നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ കപിലോപദേശം എന്ന 15ാമത്തെ ദശകത്തിലെ 5ാമത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. മമ ഗുണഗണലീലാകർണനൈഹി കീർത്തനാദ്യൈഹി മൈ സുരസരിതോഘ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. മമ ഗുണഗണലീലാകർണനൈഹി കീർത്തനാദ്യൈഹി മൈ സുരസരിതോഘ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാ ഹി മൃത്യോർ വിജേത്രീ ഇതി കപിലതനുഹു ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. മമ ഗുണഗണലീലാകർണനൈഹി കീർത്തനാദ്യൈഹി സുരസരിതോഘ പ്രഖ്യചിത്താനുവൃത്തി മൈ പരമഭക്തി ഭവതി സാ ഹി മൃത്യോഃ വിജേത്രീ ഇതി കപിലതനുഹു ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. എൻ്റെ ഗുണഗണങ്ങളും എൻ്റെ ലീലകളും വർണ്ണിച്ച് കേൾക്കുകയും എൻ്റെ ദിവ്യ നാമങ്ങൾ കീർത്തനം ചെയ്യുക, പാരായണം ചെയ്യുന്ന ഭക്തർക്ക് ഗംഗാപ്രവാഹം പോലെ വിശുദ്ധമായ ഈശ്വര ഭക്തി ഉണ്ടാകുന്നതാണ്. ആ ഭക്തിയാകട്ടെ മൃത്യുവിനെ തന്നെ ജയിക്കുകയും ചെയ്യുമെന്ന് കപിലപുത്രനായ അങ്ങ് സ്വമാതാവായ ദേവഹൂതിയെ ഉപദേശിച്ചു. നമസ്തേ.